ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകം നോക്കാം. പാശൈർബദ്ധം പതകപതിനാ ദൈത്യമുച്ചൈരവാദീസ്താർത്തീകം ദിശ മമ പദം കിം ന വിശ്വേശ്വരോസി. പാദം മൂർധ്നി പ്രണയ ഭഗവൻ നിത്യകമ്പം വദന്തം പ്രഹ്ലാദസ്തം സ്വയമുപഗതോ മാനയന്നസ്തവിത്വാം. നമ്മളിപ്പോൾ മഹാബലിയുടെ വാക്കനുസരിച്ച് 2 അടി അളന്നു കഴിഞ്ഞിരിക്കുന്നു. 3ാമത്തെ അടി അളക്കുവാൻ ഇടമില്ലാതെ വന്നപ്പോൾ ഭഗവാൻ മഹാബലിയോട് പറഞ്ഞു, അങ്ങ് പറഞ്ഞ 3ാമത്തെ അടി ഞാൻ എവിടെയാണ് അളക്കേണ്ടതെന്ന് കാണിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാന്റെ മാഹാത്മ്യം അത്ര നേരം കൺമുന്നിൽ കണ്ടു നിന്ന ആ മഹാബലിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ശിരസ് കുനിച്ച് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞത്, ഭഗവാനെ, ഇവിടെ ഈ ശിരസിൽ അങ്ങയുടെ 3ാമത്തെ അടി വയ്ക്കുവാൻ കനിവുണ്ടാകണമേ എന്നാണ്. അങ്ങനെ 3ാമത്തെ അടിയും ഭഗവാൻ അളന്നെടുത്തു. ശിരസ് കാണിച്ചു കൊടുത്ത് അളന്നെടുക്കുന്നു. ഈ സമയത്ത് പറയാണ്, പാശൈർബദ്ധം പതകപതിന. പാശൈർബദ്ധം, പാശം കൊണ്ട് ബന്ധിതനായ, പതകപതിന, പതകം എന്നാൽ പക്ഷികൾ, പതിന പതകം, പക്ഷികളുടെ പതിയായിട്ടുള്ള ഗരുഡനാൽ പാശം കൊണ്ട് ബന്ധിതനായിട്ടുള്ള ദൈത്യം ഉച്ചൈരവാദീസ്താർത്തീകം. ദൈത്യം ഉച്ചൈഹി അവാദി താർത്തീകം. ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ദൈത്യം ഉച്ചൈരവാദീസ്താർത്തീകം. ദൈത്യം എന്ന് പറഞ്ഞാൽ അസുരനായിട്ടുള്ള, ഉച്ചൈ എന്ന് പറഞ്ഞാൽ ഏറ്റവും അസുരന്മാരിൽ ഏറ്റവും ഉന്നതനായിട്ടുള്ള ശ്രേഷ്ഠനായിട്ടുള്ള ആ മഹാബലിയോട് നിന്തിരുവടി ദിശ മമ പദം അവാദീസ്താർത്തീകം. അവാദി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മഹാബലിയോട് ഉറക്കെ പറഞ്ഞു, എന്താ? താർത്തീകം, ആ 3ാമത്തെ പദം, ആ 3ാമത്തെ അടി ദിശ മമ പദം. ദിശ എന്ന് പറഞ്ഞാൽ കാണിച്ചു തന്നാലും എനിക്ക് തരിക. മമ പദം, എൻ്റെ 3ാമത്തെ അടി വയ്ക്കുവാനുള്ള ആ ഇടം എനിക്ക് കാണിച്ചു തന്നാലും അങ്ങ് ലോകനാഥനല്ലേ എന്ന് പറയുകയാണ്. പാദം മൂർധ്നി ദിശ മമ പദം കിംന വിശ്വേശ്വരോസി. അങ്ങാകട്ടെ കിംന അല്ലേ, എന്താ? വിശ്വേശ്വരോസി, ഈ വിശ്വത്തിൻ്റെ മുഴുവനും ലോകത്തിൻ്റെ മുഴുവൻ നാഥനല്ലേ. ഇവിടെ ആദ്യം മഹാബലി എന്തായിരുന്നുവോ ഭഗവാനോട് പറഞ്ഞത്, അതേ വാക്കുകൾ ഇപ്പോൾ ഭഗവാൻ തിരിച്ച് മഹാബലിയോട് ചോദിക്കുകയാണ്. നീ വിശ്വത്തിൻ്റെ മുഴുവൻ ഈശ്വരനല്ലേ, അല്ലയോ ബലി? എനിക്ക് 3ാമത്തെ അടി വയ്ക്കുവാനുള്ള ഇടം കാണിച്ചു തന്നാലും. പാദം മൂർധ്നി പ്രണയ ഭഗവൻ നിത്യകമ്പം വദന്തം. പാദം മൂർധ്നി, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ പാദം മൂർധ്നി എൻ്റെ ഈ തലയിൽ വെച്ചുകൊണ്ടാലും ഭഗവാനെ. പ്രണയ ഭഗവൻ ഇതി അകമ്പം. മൂർധ്നി പ്രണയ എന്ന് പറഞ്ഞാൽ എൻ്റെ ശിരസിലങ്ങ് അങ്ങയുടെ ആ പാദങ്ങൾ വെച്ചുകൊണ്ടാലും, എൻ്റേത് എന്ന് പറഞ്ഞ് ഞാൻ ധരിച്ചിരുന്നതെല്ലാം ഇന്ന് അങ്ങയുടേതാണെങ്കിൽ
ആ വിശ്വത്തിൽ നിലനിൽക്കുന്ന ഞാനും അങ്ങയുടേത് തന്നെയാണ്, മാറ്റമില്ലാത്തതാണ്. എൻ്റേതും ഞാനും അങ്ങയുടേതായി മാറട്ടെ. ഇതുവരെ ഞാൻ വേറെ അങ്ങ് വേറെ ആയിരുന്നു, ഞാനും എൻ്റേതുമായിരുന്നു. ഇതുവരെയും ലോകൈകനാഥനാണ് ഞാൻ, ഈ ലോകത്തിന് ഒരേയൊരു ഈശ്വരനാണ് ഞാൻ, എന്തു വേണമെങ്കിലും ചോദിച്ചുകൊള്ളു തരാമെന്ന് പറഞ്ഞ മഹാബലിയുടെ മുൻപിൽ തൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് പോലും ഇളകിപ്പോകുന്നത് തിരിച്ചറിഞ്ഞ മഹാബലിക്ക് മനസ്സിലായി ആ മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന താനും ഒലിച്ചു തുടങ്ങിയിരിക്കുന്നു. എങ്ങോട്ടേക്ക്? തൻ്റേതെന്ന് താൻ കരുതിയതെല്ലാം എങ്ങോട്ടേക്കാണ് ഒഴുകിയെത്തിയത് അവിടേക്ക് തനിക്കും പോകാൻ സമയമായിരിക്കുന്നു. ആ ഭഗവാനിങ്കിലേക്ക് തന്നെയും സമർപ്പിക്കുവാൻ സമയമായിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ മഹാബലി തൻ്റെ മൂർധാവ്, തൻ്റെ ശിരസ് കാണിച്ചു കൊടുത്തിട്ട് ഭഗവാനോട് പറയുന്നു, ഇനി ഇതും കൂടി അളന്നെടുത്താലും എന്ന് പറഞ്ഞ് ഭഗവാനോട് സമർപ്പണ ബുദ്ധിയോടുകൂടി ഭഗവൻ ഇതി അകമ്പം എന്നാ പറഞ്ഞ് യാതൊരു ചലനവും ഉണ്ടായില്ല തന്നെ സമർപ്പിക്കുന്നതിന്. തനിക്ക് തന്നെ നഷ്ടപ്പെടാൻ പോവുകയാണ്, താൻ ഇനിയും ഭഗവാന്റേതാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇതി അകമ്പം എന്നാണ് പറഞ്ഞത്. അകമ്പം വദന്തം, ശബ്ദത്തിലൊട്ടും പരിഭ്രമമുണ്ടായില്ല, ശബ്ദം വിറച്ചില്ല, വളരെ ഉറച്ച ശബ്ദത്തോടുകൂടി യാതൊരു കമ്പവും കൂടാതെ യാതൊരു ചലനവും കൂടാതെ ഭഗവാനെ അവിടുന്ന് എന്നെയും കൂടി എൻ്റെ ശിരസിൽ അവിടുത്തെ മൂന്നാമത്തെ പാദം വെച്ച് അളന്നെടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ പ്രഹ്ലാദസ്തം സ്വയം ഉപഗതോ മാനയന്നസ്തവീത്വാം. തം ആണ് പ്രഹ്ലാദസ്തം. പ്രഹ്ലാദൻ, തം എന്ന് പറഞ്ഞാൽ ആ, സ്വയം ഉപഗതോ, സ്വയം ഉപഗതഃ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സ്വയം ഉപഗതോ. സ്വയം എന്ന് പറഞ്ഞാൽ ആ പ്രഹ്ലാദൻ തന്നെ, ഉപഗതഃ ഇങ്ങോട്ട് വന്നിട്ട് ഭഗവാനെ മാനയൻ അസ്തവീത്വാം, മാനയൻ അസ്തവീത ത്വാം, ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് മാനയൻ അസ്തവീത്വാം. മാനയൻ എന്ന് പറഞ്ഞാൽ ആ മഹാബലിയെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ, കാരണം മഹാബലിക്ക് കിട്ടിയൊരു ഭാഗ്യം ഭഗവാൻ തന്നെ നേരിട്ട് വന്ന് അങ്ങ് ഏറ്റെടുക്കുകയാണ്. ഒരു പക്ഷേ മറ്റുള്ള അസുരന്മാർക്ക് കിട്ടാതെ പോയ ഒരു മഹാഭാഗ്യം. ഒരു യുദ്ധവും ചെയ്തില്ല ഭഗവാൻ. അസുരന്മാരെയൊക്കെ നിഗ്രഹിക്കേണ്ടി വന്നപ്പോൾ ഭഗവാന്റെ ഭാവം മറ്റൊന്നായിരുന്നു. ഇവിടെ ഈ മഹാബലിയോടുള്ളത് അത്യന്തം കരുണ തന്നെയാണ്. ആ കാരുണ്യഭാവത്തോടുകൂടി ഭഗവാൻ ഏറ്റെടുത്ത ആ മഹാബലിയെ സാക്ഷാൽ മുത്തശ്ശനായിട്ടുള്ള ഭക്തപ്രഹ്ലാദൻ തന്നെ വന്ന് ബഹുമാനിച്ചുകൊണ്ട് അസ്തവീത് ത്വാം, ഭഗവാനെ അങ്ങയെ അസ്തവീത് സ്തുതിച്ചുവല്ലോ. എന്തൊരു കാരുണ്യമാണ് ഭഗവാനെ അവിടുന്ന് എൻ്റെ പേരക്കുട്ടിയോട് കാണിക്കുന്നത് എന്ന് ഭഗവാനെ അവിടുത്തെ വേണ്ടുവോളം സ്തുതിച്ചുവല്ലോ. ഇനി ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. പാശൈർബദ്ധം പതകപതിനാ ദൈത്യമുച്ചൈരവാദീസ്താർത്തീകം ദിശ മമ പദം കിം ന വിശ്വേശ്വരോസി. പാദം മൂർധ്നി പ്രണയ ഭഗവന്നിത്യകമ്പം വദന്തം പ്രഹ്ലാദസ്തം സ്വയമുപഗതോ മാനയന്നസ്തവീത്വാം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പാശൈർബദ്ധം, അവിടെ ബ കൂട്ടക്ഷരമാണ്. അതുപോലെ പതക പതിന, ത ഗ ഒക്കെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത ദൈത്യമുച്ചൈരവാദീസ്താർത്തീകം, അവിടെ ചേർത്ത് വായിക്കാൻ പറ്റാത്തവർക്കായിട്ട് തുടക്കക്കാർക്ക് പറയട്ടെ, ദൈത്യമുച്ചൈരവാദീഹി എന്ന ഒരു വിസർഗം കൊടുത്ത് അവിടെ എടുത്തുകൊണ്ട് താഴെ താർത്തീകം, പിന്നെ അവിടെ സാ വേണ്ട, അത് ജോയിൻ ചെയ്യാൻ വരുന്നതാണ്. അങ്ങനെ വായിക്കാവുന്നതാണ്. പിന്നെ അടുത്തത് വിശ്വേശ്വരോസി, അവിടെ വിശ്ലേഷണമുള്ളത് കൊണ്ട് തന്നെ ഓകാരം നീട്ടിയെടുക്കുക. പിന്നെ ഭഗവൻ നിത്യകമ്പം, ഭഗവൻ ഇതി അകമ്പമാണ്.
ത്യ എന്ന അക്ഷരത്തിന് ആകാരം കൊടുത്ത് വായിക്കണം, ഇല്ലെങ്കിൽ ഇത്യ കമ്പമാകും, അപ്പോൾ അർത്ഥം മാറിപ്പോവും. അതുകൊണ്ട് ഇത്യകമ്പം, ത്യായുടെ ആകാരം ശരിക്കും വായിക്കുക. പിന്നെ അടുത്ത സ്വയം ഉപഗതോ, സ്വയം ഉപഗത ആണ്. പിന്നെ അടുത്തത് മാനയൻ അസ്തവീത ത്വാമാണ്. അതുകൊണ്ട് തന്നെ മാനയൻ അസ്തവീത്, അവിടെ നായയുടെ കൂട്ടക്ഷരം നായാണ്, നായ്ക്ക് ആകാരം കൊടുത്തും വായിക്കാൻ ശ്രമിക്കുക. പിന്നെ അസ്തവീത്വാം, താ കൂട്ടക്ഷരം, അതും ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് ഇനിയും 10ാമത്തെ ശ്ലോകമാണ്. ദർപ്പോച്ഛിത്യൈ വിഹിതമഖിലം ദൈത്യ സിദ്ധോസി പുണ്യൈ ലോകസ്തേ സ്തുത്രിദിവ വിജയീ വാസവത്വം ച പശ്ചാത് മത്സായൂജ്യം ഭജ ച പുനരിത്യന്വഗൃഹ്ണാബലിം തം വിപ്രൈ സന്താനിതമഖവരഃ പാഹി വാതാലയേശ. ദർപ്പോച്ഛിത്യൈ, ദർപ്പം എന്നാൽ അഹങ്കാരം. ദർപ്പോച്ഛിത്യൈ, അഹങ്കാരത്തെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി, വിഹിതമഖിലം, വിഹിതം അഖിലമാണ്, വിഹിതമഖിലം അതായത് ഞാൻ ചെയ്തതെല്ലാം തന്നെയും അഹങ്കാരം നീക്കാൻ വേണ്ടിയിട്ടാണ്, വിഹിതമായിട്ടുള്ളതാണ്. അഖിലം എന്ന് പറഞ്ഞാൽ എല്ലാം. വിഹിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിതത്തിനായിക്കൊണ്ട് ചെയ്യുന്നത് വിഹിതം, നമ്മുടെ പ്രിയത്തിനായിക്കൊണ്ടല്ല, നമ്മുടെ നല്ലതിനു വേണ്ടിയിട്ട് ചെയ്യുന്നതെല്ലാം വിഹിതമായിട്ടുള്ളതാണ്. നമ്മുടെ ഹിതമാണ് അവിടെ മുഖ്യമായിട്ടുള്ളത്. മറ്റേത് നമ്മുടെ പ്രിയമാവും, അത് പലപ്പോഴും ഹിതത്തിന് ചേരുന്നതായിക്കൊള്ളണമെന്നില്ല. എന്നാൽ അതുപോലെ തന്നെ ഹിതം എന്ന് പറയുന്നത് പലപ്പോഴും പ്രിയം ആയിക്കൊള്ളണമെന്നും ഇല്ല. കാരണം ഇപ്പോൾ ഒരു പനിയൊക്കെയുള്ള ഒരു കുട്ടിയോട് അമ്മ പറയും ഐസ്ക്രീം കഴിക്കരുത്, അല്ലെങ്കിൽ തണുത്തത് കഴിക്കരുത് എന്ന് പറയും. അത് ആ കുട്ടിയുടെ ഹിതത്തെ മാനിച്ചുകൊണ്ടാണ്. എന്നാൽ ആ കുട്ടിയുമായി ബന്ധമില്ലാത്ത ഒരാളാകട്ടെ ആ കുട്ടിയുടെ പ്രിയമായിരിക്കും നോക്കുന്നത്, കുട്ടിയെ സന്തോഷിപ്പിക്കുക എന്നുള്ളതായിരിക്കും. അങ്ങനെ വരുമ്പോൾ അവർ ചിലപ്പോൾ തണുത്തത് കഴിക്കാൻ കൊടുത്തുവെന്നും വരാം. ഇവിടെ ഭേദം എന്താണെന്ന് വെച്ചാൽ ഒരാൾ ഹിതവും ഒരാൾ പ്രിയവുമാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഞാൻ ചെയ്തതെല്ലാം ഹിതത്തിന് വേണ്ടിയാണ്, അങ്ങയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. കാരണം അഹങ്കാരം നീക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം ചെയ്തത്. ദൈത്യ, അല്ലയോ അസുര, ഞാൻ ചെയ്തതെല്ലാം തന്നെയും അങ്ങയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്, അങ്ങയുടെ ഹിതത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തതൊക്കെയും. സിദ്ധോസി പുണ്യേർ ലോകസ്തേ സ്തുത്രി ദിവ വിജയീ. സിദ്ധ അസി, സിദ്ധോസി എന്ന് പറഞ്ഞാൽ അങ്ങ് സിദ്ധിച്ചവനാകുന്നു, അങ്ങ് പ്രാപിച്ചവനാകുന്നു. എന്ത്? പുണ്യൈ, പുണ്യൈ ലോകസ്തേസ്തു, പുണ്യൈ ലോകഃ തേ അസ്തു, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് പുണ്യൈ ലോകസ്തേസ്തു. പുണ്യൈ എന്ന് പറഞ്ഞാൽ പുണ്യങ്ങൾ നിമിത്തം അങ്ങ് ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്തിരിക്കുന്നു. അത് കാരണം അങ്ങ് സകല സിദ്ധികളും, സിദ്ധ അസി, സകല സിദ്ധികളും കൈവരിച്ചവനാകുന്നു. എന്നിട്ട് പറയുകയാണ് ത്രിദിവ വിജയി, സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള, അതായത് സ്വർഗത്തെ പോലും ജയിക്കുന്നതായിട്ടുള്ള ലോകം അങ്ങേക്ക് ഭവിക്കട്ടെ. ഇത് ഭഗവാന്റെ തന്നെ അനുഗ്രഹമാണ്. വാസവത്വം ച പശ്ചാത്ത്, വാസവത്വം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങയെ ഞാൻ, ഈ സിദ്ധികളെല്ലാമുള്ള അങ്ങയെ ഭഗവാൻ അറിയാം, ഇനി ഇവിടെ നിന്നും മഹാബലിക്ക് മാറിയേ മതിയാവുകയുള്ളൂ. എന്നാലാകട്ടെ ഇനിയും കൊണ്ടുപോകുന്ന ലോകം ദേവന്മാർ പോലും കൊതിക്കുന്നത്ര സവിശേഷതകൾ നിറഞ്ഞ ലോകമാണ്. തന്നെയുമല്ല അവിടെ ഭഗവാൻ തന്നെയാണ് ഈ മഹാബലിക്ക് കാവലായി നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഏതൊരു കാരണം കൊണ്ടാണോ ഈ ഒരു പദവിയിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നത്, ആ അഹങ്കാരം ഇനിയും മഹാബലിയിൽ കടക്കാതെ കാവലായി ഭഗവാൻ ആ ചിത്തത്തിൽ നിൽക്കുന്നുണ്ട് എന്നർത്ഥം. അങ്ങനെയുള്ള ആ മഹാബലിയോട് പറയുകയാണ്, അങ്ങേക്ക് ദൈത്യന്മാരിൽ വെച്ച്
അങ്ങ് ഏറ്റവും വലിയ സിദ്ധനായി തീർന്നിരിക്കുന്നു. അങ്ങയുടെ പുണ്യം കൊണ്ട് അങ്ങേക്ക് പലതും പല സിദ്ധികളും കൈവന്നിരിക്കുന്നു. സ്വർഗത്തെപ്പോലും ജയിക്കുന്ന ലോകമായിരിക്കും ഇനി അങ്ങ് വസിക്കുവാൻ പോകുന്നത്. വാസവത്വം ച പശ്ചാത്ത്, ഇന്ദ്രസ്ഥാനവും അങ്ങേക്ക് പശ്ചാത്ത് എന്ന് പറഞ്ഞാൽ അതിനുശേഷം പിന്നീട് ഇനി അങ്ങേക്ക് ഇന്ദ്രസ്ഥാനവും കൈവരും. പിന്നെയോ മത്സായുജ്യം ഭജ ച പുനരിത്യന്വഗ്രഹ്ണാബലിം തം. മത്സായുജ്യം, എൻ്റെ സായുജ്യവും എന്നിലേക്ക് വന്ന് ചേരുവാനുള്ള മഹാഭാഗ്യവും ഭജ ച പുനരിത്യന്വഗ്രഹ്ണ. പുനഃ ഇതി അന്വഗ്രഹ്ണ ആണ്. പുനരിത്യന്വഗ്രഹ്ണ, പുനഃ മത്സായുജ്യം, അതിനുശേഷം പിന്നീട് എന്നിൽ വന്ന് ചേരുവാനുള്ള, എന്നോട് സായുജ്യം പ്രാപിക്കുവാനുള്ള ഒരു ഭാഗ്യവും അങ്ങേക്ക് വരും. ഭജ എന്ന് പറഞ്ഞാൽ അത് പ്രാപിക്കും എന്നർത്ഥം. അതും വന്നു ചേരും അങ്ങയിലേക്ക്. പുനഃ ഇതി അന്വഗ്രഹ്ണ, ഇതി എന്ന് പറഞ്ഞാൽ ഇപ്രകാരം, അന്വഗ്രഹ്ണ അനുഗ്രഹിച്ചു ഭഗവാൻ ആ മഹാബലിയെ. അന്വഗ്രഹ്ണ ബലിം തം, തം എന്ന് പറഞ്ഞാൽ ആ മഹാബലിയെ അനുഗ്രഹിച്ചു ഇപ്രകാരം. വിപ്രൈ സന്താനിതമഖവര പാഹി വാതാലയേശ. വിപ്രൈ, ഇതിനുശേഷം ആ കുലഗുരുവായിരുന്ന ശുക്രാചാര്യർ ഉൾപ്പെടെയുള്ള ബ്രാഹ്മണരെ കൊണ്ട് മഹാബലിയുടെ സന്താനിതമഖവര എന്ന് പറഞ്ഞാൽ എല്ലാ മഹാബലിയുടെ യാഗക്രിയകളെല്ലാം പൂർത്തിയാക്കി. കാരണം ആ ഒരു യജ്ഞം നടക്കുന്ന വേദിയിലേക്കായിരുന്നു ഭഗവാന്റെ വരവും. ഇതുവരെ നമ്മൾ കണ്ടതൊക്കെയും നടന്നത് ആ യജ്ഞവേദിയിലാണ്. അപ്പോൾ ആ യാഗം ഇപ്പോൾ പൂർത്തിയാക്കപ്പെടാതെ നിൽക്കുന്നത് ആ ശുക്രാചാര്യർ ഉൾപ്പെടെയുള്ള മറ്റു ബ്രാഹ്മണരെ കൊണ്ട് അതെല്ലാം പൂർത്തിയാക്കിക്കുകയും ചെയ്തു. അതിനുശേഷം പാഹി വാതാലയേശ, അങ്ങനെയൊക്കെ മഹാബലിയെ അനുഗ്രഹിച്ച അല്ലയോ ഭഗവാനെ, പാഹി വാതാലയേശ, അല്ലയോ ഗുരുവായൂരപ്പ, അവിടുന്ന് അടിയങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ഭഗവാന്റെ ലീല, ഈ ഒരു അവതാര കഥ ശ്രീമേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പൂർത്തിയാക്കുന്നത്, സമർപ്പിക്കുന്നത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ദർപ്പോച്ഛിത്യൈ വിഹിതമഖിലം ദൈത്യസിദ്ധോസി പുണ്യൈർലോകസ്തേസ്തു ത്രിദിവ വിജയീ വാസവത്വം ച പശ്ചാത് മത്സായുജ്യം ഭജ ച പുനരിത്യന്വഗ്രഹ്ണാബലിം തം വിപ്രൈ സന്താനിതമഖവര പാഹി വാതാലയേശ. ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ദർപ്പോച്ഛിത്യൈ, അവിടെ ഛ എന്ന കൂട്ടക്ഷരം ശ്രദ്ധിച്ചു വായിക്കുക. പിന്നെ അടുത്തത് വിഹിതം അഖിലമാണ്, മായയുടെ അകാരം ശ്രദ്ധിക്കുക, വിഹിതം അഖിലം. പിന്നെ പുണ്യൈർലോകസ്തേസ്തു, അവിടം വരെ ചേർത്ത് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പുണ്യൈ എന്നവിടെ ഒരു വിസർഗം കൊടുത്തെടുത്തിട്ട് ലോകസ്തേസ്തു, അവിടെ അപ്പോൾ കൂട്ടക്ഷരം ലായല്ല, വെറും ലായാണ് വരുന്നത്. പിന്നെ ത്രിദിവ വിജയീ വാസവത്വം ച പശ്ചാത്ത്, അതൊക്കെ ത്രിദിവ വിജയീ വാസവത്വം, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക. പിന്നെ പുനരിത്യന്വഗ്രഹ്ണ, പുനഃ ഇതി അന്വഗ്രഹ്ണ അനുഗ്രഹിച്ചു, അതുകൊണ്ട് തന്നെ പുനരിത്യന്വഗ്രഹ്ണ ത്യായ്ക്ക് അകാരം കൊടുത്തു വായിക്കുക. പിന്നെ അടുത്ത വിപ്രൈ സന്താനിതമഖവര, മഖം എന്ന് പറഞ്ഞാൽ യാഗം അല്ലെങ്കിൽ യജ്ഞം. അപ്പോൾ വിപ്രൈ സന്താനിതമഖവര, അവിടെ സാ കൂട്ടക്ഷരമാണ്, അതും ശ്രദ്ധിച്ചു വായിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. നമുക്കിനിയും ഈ ഒരു ദശകം, 31ാമത്തെ ദശകം പാരായണം ചെയ്ത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുവാനുള്ള സമയമാണ്. ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ അത് ചെയ്യാമെന്ന് കരുതുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ.